നെക്സ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുകൾക്ക് എക്സാമ്പിളാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുകൾ. അതായത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുകൾ. ഇപ്പോൾ RNൻ്റെ കേസിലാണെങ്കിൽ n ട്യൂപ്പിൾസിൻ്റെ കളക്ഷൻ ആണല്ലോ RNൻ്റെ കളക്ഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ്, അതായത് E1 E2 E3 എക്സെട്ര ENനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. അതായത് അറിയാലോ E1 E2 E3 എക്സെട്ര ENൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ മുമ്പേ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ E1 E2 എക്സെട്ര EN എപ്പോഴും RNനകത്തെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, അത് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു സെറ്റാണത്. RNനകത്തെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പറയാൻ പറഞ്ഞാൽ നമുക്കിത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനിയും കുറേ ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ ഒരെണ്ണമാണ്. അതുപോലെ ഇപ്പോൾ R3ക്കകത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് RNന് പകരം R3 വരുമ്പോൾ പേര് IJK എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ 1 വരണേന് IE, സെക്കൻഡ് പൊസിഷനിൽ 1 വരണേന് J, തേർഡ് പൊസിഷനിൽ 1 വരണേന് K. R3 എന്ന് പറയുമ്പോൾ 3 ട്യൂപ്പിൾസ് അല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ 3 എണ്ണം ഉണ്ടാവുള്ളൂ. RN വരുമ്പോഴാണ് N എണ്ണം വരിക. IJK എന്ന് കൊടുത്തിട്ടുണ്ട്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് കാണിക്കുന്ന പ്രൂഫാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം പോലെയാണ് നമുക്ക് ഇനി അടുത്തത് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. നോക്കൂ. To prove the linear independence, we must show that K1I plus K2J plus K3K, IJK എന്ന് പറഞ്ഞാൽ മുകളിൽ എടുത്തിരിക്കുന്നത്, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ അതിൽ K1 ഈക്വൽ ടു 0, K2 ഈക്വൽ ടു 0, K3 ഈക്വൽ ടു 0 മാത്രമാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് കാണിക്കണം. അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ എഴുതി പോയിട്ടുണ്ട്. ഇതാ K1 ഇൻറ്റു I ചെയ്യുമ്പോൾ K1 പിന്നെ 0 0, K2 ഇൻറ്റു J ചെയ്യുമ്പോൾ 0 K2 0, K3 ഇൻറ്റു K ചെയ്യുമ്പോൾ 0 0 K, അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ K1 K2 K3 ഈക്വൽ ടു 0 മീൻസ് R3യിൽ 0 എന്ന് പറഞ്ഞാൽ 3 ട്യൂപ്പിൾ 0 0 0 ആണ്, 0 0 0. അപ്പോൾ ഇതിൽ നിന്ന് ദ ഓൺലി പോസിബിലിറ്റി K1 ഈക്വൽ ടു 0, K2 ഈക്വൽ ടു 0 ആൻഡ് K3 ഈക്വൽ ടു 0 ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ R3 R4 ആയാലും R5 ആയാലും എത്രയാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഓരോന്നിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഏതാണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ RNൻ്റെ കേസിൽ E1 E2 E3 എക്സെട്ര EN ആണ്. R3യുടെ കേസിൽ 1 0 0 0 1 0 0 0 1 ആണ്. R2ൻ്റെ കേസിൽ എന്തായിരിക്കും? 1 0 ഓഡേഡ് പേയേഴ്സ് ആയിരിക്കും, 1 0 0 1, ആ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ. അതുപോലെ R4ൻ്റെ കേസ് നിങ്ങൾക്ക് ഇതുപോലെ സിമിലർ കേസിലായിട്ട് 4 എണ്ണം വരും, എഴുതാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതൊക്കെ എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന സെറ്റാണെന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്തത് ലീനിയർ ഇൻഡിപെൻഡൻസ് ഇൻ R3യിലെ വേറെ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുമോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പ്രോബ്ലം ചോദിക്കൂട്ടെ, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം അവരുടെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. K1 V1 പ്ലസ് K2 V2 പ്ലസ് K3 V3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. നമുക്ക് എല്ലാ കോഎഫിഷ്യൻറ്റും 0 ആണെന്ന് കിട്ടിയാൽ മാത്രമാണ് എന്ത് പറയാൻ പറ്റുള്ളൂ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഇടയിൽ എഴുതിക്കുന്ന കാര്യമൊന്നും നിങ്ങൾ എഴുതണ്ട കേട്ടോ, ജസ്റ്റ് ഇത് ഈക്വൽ ടു 0 കൊടുക്കുക. പിന്നെ ഈ സ്റ്റെപ്പ് ചെയ്യാം, അതായത് K1 ഇൻറ്റു 1 മൈനസ് 2 3, K2 ഇൻറ്റു 5 6 മൈനസ് 1 പ്ലസ് K3 ഇൻറ്റു 3 2 1 ഈക്വൽ ടു ഇവിടുത്തെ 0 മീൻസ് 0 0 0. അപ്പോൾ ഇവിടെ നമുക്ക് 3 സെറ്റ് ഇക്വേഷൻസ് കിട്ടും. ഇത് ഫസ്റ്റത്തെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് K1 മൈനസ് 2K1 3K1, പിന്നെ ഇവിടെ നമുക്ക് 5K2 6K2 മൈനസ് K2, ഇവിടെ നമുക്ക് 3K3 2K3 K3, പിന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷൻസിൽ വരിക K1 പ്ലസ് 5K2 പ്ലസ് 3K3, അത് ഈക്വൽ ടു ഈ ഫസ്റ്റത്തെ 0. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ പൊസിഷനിൽ വരിക മൈനസ് 2K1 പ്ലസ് 6K2 പ്ലസ് 2K3. അത് നിങ്ങൾ എഴുതി നോക്കുക, ഒരു സ്റ്റെപ്പ് ഇവിടെ മിസ്സിംഗ് ഉണ്ട്. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 3 ഇക്വേഷൻസ് കിട്ടും. അങ്ങനെ ഫസ്റ്റിന് കറസ്പോണ്ടിങ്, സെക്കൻഡിന് കറസ്പോണ്ടിങ്, തേർഡിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് അല്ലേ. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് K1 K2 K3. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് മെത്തേഡ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു ഹോംവർക്കാണ്, ഞാനവിടെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ചെയ്ത് നോക്കണം.
ഓക്കെ, അപ്പോൾ പഴയ പഠിച്ച കാര്യങ്ങളൊന്നും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്ത് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് സോൾവ് ചെയ്ത് നോക്കാം. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. തൽക്കാലം ഞാനിവിടെ അതിൻ്റെ ഉത്തരം ഇവിടെ ഉള്ളത് കൊണ്ട് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ സൊല്യൂഷൻ വരിക? -1. ഒരു ആർബിട്രറി ആയിട്ട് ഒരാൾക്ക് ആർബിട്രറി വാല്യൂ കൊടുക്കേണ്ടി വരും. അപ്പോൾ K3 = T എന്ന് കൊടുക്കും. അപ്പോൾ K2ന് അതിൻ്റെ ടേംസിൽ -1/2 T എന്ന് എഴുതാൻ പറ്റും. K1നെ -1/2 T എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗോസ് ജോർദാനോ ഗോസ് എലിമിനേഷനോ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കിയേ, K3ക്ക് T കൊടുത്ത ആ Tയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് K1ൻ്റെയും K2ൻ്റെയും ഒക്കെ വാല്യൂ വരുന്നത്. അപ്പോൾ Tയുടെ വാല്യൂ നമ്മൾ 0 തന്നെ വരണമെന്നുണ്ടോ? ഇപ്പോഴും ഇല്ലല്ലോ. Tക്ക് 1 കൊടുക്കാമല്ലോ നമുക്ക്. 1 കൊടുത്താൽ അതിനനുസരിച്ച് K2 -1/2 K1 -1/2 കിട്ടും. Tക്ക് 0 കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം 0 ആവുന്നുണ്ട്. പക്ഷേ അത് മാത്രമേ അതിൻ്റെ സൊല്യൂഷൻ വരാൻ പാടുള്ളായിരുന്നു. പക്ഷേ ഇവിടെ T എന്നുള്ളതുകൊണ്ട് Tക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, ഏത് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ 0 വരുന്നുണ്ട്, കൂടാതെ വേറെ കുറേ എക്സ്ട്രാ സൊല്യൂഷൻസും കൂടി വരുന്നുണ്ട്. അങ്ങനെ പാടില്ല. ആകെ അതിൻ്റെ സൊല്യൂഷൻ 0 0 0 മാത്രമായിരിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ T എന്നുള്ള വേരിയബിൾ ആയതുകൊണ്ട് അതിന് ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ അതെന്താണ് 1 or 2 ചെയ്തെടുക്കാനും കുഴപ്പമില്ല. അപ്പോൾ 0 എന്നുള്ള സൊല്യൂഷനും വരും, 0 0 0 എന്നുള്ള സൊല്യൂഷനും വരും, പ്ലസ് കുറേ വേറെ സൊല്യൂഷൻസും non-zero സൊല്യൂഷൻസും വരും. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതിൻ്റെ ഒരേ ഒരു സൊല്യൂഷൻ 0 0 0 മാത്രമാണെങ്കിലാണ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ കൺക്ലൂഷൻ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് നമുക്ക് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. അതൊരു മെത്തേഡ് കേട്ടോ, പ്രോബ്ലം ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി അതല്ലെങ്കിൽ അടുത്തത് ഈ ഇക്വേഷൻ വരെ എഴുതിയിട്ട് നിങ്ങൾ ഗോസ് ജോർദാനിക്കോ ഗോസ് എലിമിനേഷനിലേക്കൊക്കെ പോയാലല്ലേ ഈ സൊല്യൂഷൻ കിട്ടുക. ഇനി അത് പറ്റാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. ഈ സൊല്യൂഷൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതുക. കോഎഫിഷ്യൻ മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന പരിപാടി പഠിച്ചിട്ടുണ്ട്. A−1x എന്നുള്ള ഇൻവേഴ്സിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇൻവേഴ്സ് മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യണമെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ? ഡിറ്റർമിനൻ്റ് non-zero ആയിരിക്കണം അല്ലേ? ഡിറ്റർമിനൻ്റ് non-zero ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് സൊല്യൂഷൻ കിട്ടും. പക്ഷേ ഇത് സോൾവ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഇത് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ =0 എന്നാണ് കിട്ടുക. ഡിറ്റർമിനൻ്റ് =0 എന്നാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ non-zero സൊല്യൂഷൻസ്. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ 0 0 0 വരുന്നതിനെയാണ് പറയുക. അപ്പോൾ നോൺ ട്രിവിയൽ എന്ന് വെച്ചാൽ non-zero സൊല്യൂഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ടത് കിട്ടും. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡാണ് അല്ലേ ഇതിനേക്കാളും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നിലും ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇവിടെ ഇക്വേഷൻ വരെ എഴുതിയിട്ട് അതിന് കറസ്പോണ്ടിങ് മെട്രിക്സ് എഴുതി നോക്കുക. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഡിറ്റർമിനൻ്റ് =0 ആണ് എങ്കിൽ അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണ്. അതുകൊണ്ട് സിസ്റ്റം തന്നിരിക്കുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 v3 ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതൊരു മെത്തേഡ്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഫസ്റ്റ് മെത്തേഡ് ശീലിക്കുന്നതായിരിക്കും നല്ലത്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിറ്റർമിനൻ്റ് =0 എന്ന് വന്നു വിചാരിച്ചോ, പിന്നെ നമ്മളപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ടി വരും. സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി, കുഴപ്പമില്ല. A−1x എന്നുള്ള ഫോർമുല x = b ആണെങ്കിൽ x = A−1b. A−1x അല്ല A−1b അല്ലേ? A−1 കണ്ടുപിടിച്ച് പിന്നെ b എന്ന് വെച്ചാൽ ഇവിടെ 0 0 0 ആണ്. മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും മതി. ഡിറ്റർമിനൻ്റ് =0 ആണെങ്കിൽ നമ്മളിവിടെ അത് വെച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക, ഏതെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഡിറ്റർമിനൻ്റ് =0 ആയതുകൊണ്ടാണ് നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് എളുപ്പത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട്. ഡിറ്റർമിനൻ്റ് =0 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സൊല്യൂഷൻ കണ്ടുപിടിച്ച് ആ സൊല്യൂഷൻ 0 0 0 മാത്രമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻവേഴ്സ് മെത്തേഡിൽ മെട്രിക്സ് മെത്തേഡിൽ അറിയാലോ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ A−1b എന്നുള്ള Ax = b ആണ് തന്നിരിക്കുന്ന മെട്രിക്സ് ഇക്വേഷൻ എങ്കിൽ x = A−1b എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എളുപ്പത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. എപ്പോഴും ഡിറ്റർമിനൻ്റ് 0 ആവണമെന്ന് നിർബന്ധമില്ല. ഡിറ്റർമിനൻ്റ് 0 ആണ് എങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷനാണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, രണ്ട് മെത്തേഡിൽ ഏത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. അടുത്തത് ലീനിയർ ഇൻഡിപെൻഡൻസ് ഇൻ R4 ആണ്. 4 വെക്ടേഴ്സ്
3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലം ഉറപ്പാണ് കേട്ടോ. ഒരെണ്ണാമത് പഠിച്ചു വെച്ചോ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോ ഇത്. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. K1 V1 പ്ലസ് K2 V2 പ്ലസ് K3 V3 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഇവിടെ V1 V2 V3ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ R4 ആയതുകൊണ്ട് 0 മീൻസ് 4 0 0 0 0 0 ആണ്. അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ഇവിടെ സ്റ്റെപ്പ് സ്കിപ്പായിട്ടുണ്ട്. ഹോംവർക്കായിട്ട് ചെയ്യുക. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് പൊസിഷൻസിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് പൊസിഷനിലുള്ളവരെ ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്തിട്ട് എഴുതുക. 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടും. അങ്ങനെ ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടും. ഇനി നിങ്ങളുടെ പണിയാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് എന്താണ് റോ റിഡ്യൂസ്ഡ് എക്ലോൺ ഫോമോ ഏത് ഫോമാണെന്ന് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ മെട്രിക്സ് മെത്തേഡ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് നോക്കിയിട്ട് എഴുതരുത്. നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് ചെയ്യാനായിട്ട് കിട്ടില്ല. അപ്പോൾ അത് സ്റ്റെപ്പ് വഴി കണ്ടുപിടിച്ചിട്ട് ഉത്തരം കിട്ടുന്നത് ഇതാണോ നോക്കുക. പിന്നെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക ചെയ്യണം കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ ഉത്തരം കിട്ടുക K1 = 0, K2 = 0, K3 = 0 എന്നാണ്. അത് മാത്രമേ അതിൻ്റെ സൊല്യൂഷൻ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? V1 V2 V3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് സൊല്യൂഷൻ എങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പ്രോബ്ലം. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. PN പോളിനോമിയൽസിൻ്റെ കളക്ഷൻ ആണല്ലോ PN. PNലെ ഒരു PN എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ലെസ് ദാൻ എന്നും വേണം, ഈക്വൽ ടു n വേണം കേട്ടോ. അങ്ങനെയുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോളിനോമിയൽസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോളിനോമിയലാണ് കേട്ടോ. x⁻0 എന്ന് പറയുന്ന പോളിനോമിയലാണ് 1. x², x³ എക്സെട്ര x⁻n അങ്ങനെ കുറച്ച് പോളിനോമിയൽസ് സിംഗിളായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ പോളിനോമിയൽസ് തന്നെയാണ്. ഈ പോളിനോമിയൽസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. PNലെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ നമുക്ക് എഴുതാനുള്ള സൗകര്യാർത്ഥം 1ന് P0 എന്ന് കൊടുത്തു, Xന് P1 എന്ന് കൊടുത്തു, x² P2 എന്ന് കൊടുത്തു, എക്സെട്ര x⁻n Pn എന്ന് കൊടുത്തു. സൗകര്യത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടാ. കോഎഫിഷ്യൻസ് എടുത്തു. കോഎഫിഷ്യൻസ് A0, A1, A2, എക്സെട്ര AN എടുത്തു. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അതായത് A0 P0 പ്ലസ് A1 P1 പ്ലസ് A2 P2 പ്ലസ് എക്സെട്ര പ്ലസ് AN PN = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇനി നമുക്കിതിൻ്റെ ഒരേ ഒരു സൊല്യൂഷൻ 0 മാത്രമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 0നെ നമുക്ക് 0 × P0 പ്ലസ് ഇവിടുത്തെ ഈ 0നെ അങ്ങനെ എഴുതാമല്ലോ. 0 × P0 പ്ലസ് 0 × P1 പ്ലസ് 0 × P2 പ്ലസ് എക്സെട്ര പ്ലസ് 0 × Pn എനിക്ക് എഴുതണോണ്ട് തെറ്റില്ലല്ലോ. അങ്ങനെ പോളിനോമിയൽസ് അല്ലേ, അത് ഇക്വേറ്റ് ചെയ്ത് ഒരു 2 പോളിനോമിയൽസ് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ 0 എന്നുള്ളതിനെ നമുക്ക് പോളിനോമിയലാക്കിയിട്ട് 0 × P0 പ്ലസ് 0 × P1 പ്ലസ് 0 × P2 പ്ലസ് എക്സെട്ര പ്ലസ് 0 × Pn എഴുതാം. ആ സ്റ്റെപ്പ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും ആഡ് ചെയ്യുക. ഇനി കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ P0ൻ്റെ നോക്കി A0 = 0 കിട്ടും. P1ൻ്റെയും നോക്കുമ്പോൾ A1 = 0 കിട്ടും. P2ൻ്റെയും നിൽക്കുമ്പോൾ A2 = 0 കിട്ടും. അങ്ങനെ AN = 0 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു പോസിബിലിറ്റി ഇതാണ് അല്ലേ, ഇപ്പുറത്തെ സൈഡിൽ 0 ആയതുകൊണ്ട്. അപ്പോൾ A0 = A1 = എക്സെട്ര AN = 0 ഈസ് ദ ഓൺലി പോസിബിലിറ്റി, ഓൺലി സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ മാത്രം അതിന് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ കൺക്ലൂഷൻ? സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ എഴുതിയിട്ടാണ് പ്രോബ്ലം അവസാനിപ്പിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം കേട്ടോ.